ഈ പ്ലാസ്റ്റിക് ചിരട്ടയിൽ വേനൽക്കാലം ആകുമ്പോഴത്തേക്കിന് ഒട്ടുകറ അന്നൊന്നും എടുക്കാൻ പറ്റത്തില്ല, കുത്തിപ്പിടിച്ചാൽ വരത്തില്ല. അങ്ങനെ ഇരുന്നിട്ട് അത് ഉരുകി പിടിക്കും. ഉരുകി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ വലിയ പ്രയാസം, എന്തോട്ട് പിടിച്ചാലും ഇളകത്തില്ല. കൂടുതൽ ശക്തി പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിരട്ട അങ്ങ് പൊട്ടിപ്പോകും. വളരെ പറഞ്ഞ ചിരട്ട 2-3 രൂപ വിലയുള്ളതാണ് ഈ ചിരട്ടയ്ക്ക്. അപ്പം ഈ ചിരട്ട ഇളക്കുന്നതിന് വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ടാപ്പിംഗ് കത്തിയോ പിച്ചാത്തിയോ ഒന്നും ഇട്ടാൽ ഇത് ഇളകി വരത്തില്ല. അപ്പോൾ ഇത് ഇളക്കണമെന്നുണ്ടെങ്കിൽ സ്പൈറൽ ഫോഴ്സ് കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലായി. സ്പൈറൽ ഫോഴ്സ് എന്നിട്ട് കറങ്ങുന്ന ഫോഴ്സ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ടൂൾ ഉണ്ടാക്കിയതാണ്. അതിനകത്ത് മുള്ളു പോലുള്ള സാധനമുണ്ട്, എൽ ഷേപ്പിൽ ഇരിക്കുന്ന 4 എണ്ണം ഉണ്ട്. അത് ഒരു പൈപ്പിനകത്ത് ഫിറ്റിക്കുക, പൈപ്പിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുക. അത് കറക്റ്റ് ആംഗിൾ ഒപ്പിച്ചെടുത്തിരിക്കുകയാണ്, കയറി ചിരട്ടെ കൊള്ളാതിരിക്കാത്ത വണ്ണം. ഓട്ടുകറി മാത്രമേ പെനട്രേറ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ വെച്ചിട്ട് വലിയ ഫോഴ്സ് വേണം, അല്ലെങ്കിൽ ഇത് ഇളകത്തില്ല. അതിന് ലിവറേജ് കൊടുത്തിട്ട് ഹാൻഡിൽ കൊടുത്തിട്ട് കറക്കുന്നത്. അപ്പം ഏതാണ്ട് നമ്മൾ കൈ കൊണ്ട് കൊടുക്കുന്നതിൻ്റെ ഒരു 5-6 ഇരട്ടിയെങ്കിലും ഫോഴ്സ് കൂടുതൽ കിട്ടും. അങ്ങനെ കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഇളകി വരുന്നത്. കഴിഞ്ഞ വർഷം ആയിരുന്നു ചേട്ടൻ ഇതെല്ലാം നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇതിങ്ങനെ നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇയാൾ 2 ദിവസം ഇരുന്നപ്പോഴത്തേക്ക് മൊത്തം തീർത്തു. ഇത് കൃഷിക്കാർക്ക് വളരെ ഉപയോഗമാണ്. ഒരുപാട് പേരോട് ചോദിക്കുന്നത്, എനിക്ക് സമയമില്ല, വയസ്സമ്പത്തൊന്നായി, അങ്ങനെയുണ്ട്, എല്ലാം കൂടെ ചെയ്യാൻ പറ്റും. 81 വയസ്സായി. 81 വയസ്സിൽ ഇങ്ങനെ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചു. അതെ, അത് ചെറുപ്പത്തിലേ തുടങ്ങിയത്. ഇതെല്ലാം 25 വർഷത്തിന് മുമ്പ് ഉണ്ടാക്കിയതാണ്. ഇതാണ് ഇത്. ഒട്ടുകറിക്കകത്തോട്ട് അങ്ങ് പെനട്രേറ്റ് ചെയ്ത് കയറും. കയറി കഴിഞ്ഞാൽ ഇത് ഹാൻഡിൽ വലിയ ഫോഴ്സ് കൊടുക്കണം. അതിനാ ഹാൻഡിൽ കൊടുത്തിട്ട് തിരിക്കുന്നത്. ലിവറേജ് കിട്ടുമോ നേരം തിരിക്കുമ്പോൾ പോരും. ഇത് നോക്കി വെച്ചാൽ ഇത് ചിരട്ട അനങ്ങാതിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ ബേസ് ഉണ്ടാക്കിയത്. ചിരട്ടയുടെ ഷേപ്പിൽ ലെയ്ത്തിനകത്ത് കറഞ്ഞെടുത്താണത്. ഈ കുഴി ചിരട്ടയുടെ ഷേപ്പിൽ തന്നെ ഇതിൻ്റെ അളവെടുത്തിട്ട് ലെയ്ത്തിൽ കറഞ്ഞെടുത്തതാണ്. അപ്പോൾ പിന്നെ അനങ്ങത്തില്ല ചിരട്ട. ഇനി ചിരട്ട അങ്ങനെ അമക്കി വെച്ച് വോൾട്ട് വന്നിടും. അന്ന് അമയ്ക്കങ്ങ് വിടും. അമയ്ക്കങ്ങ് തള്ളിയാൽ മതി. അമയ്ക്ക് പിടിച്ചോണ്ടിരിക്കുമ്പോൾ തൊള്ളണം. തെളിവായിട്ട് ഞങ്ങൾക്ക് ആ ടെക്നിക്ക് പിടികിട്ടുണ്ട്. അത് അത്ര അയക്കായിരുന്നാ മതി, അതേ ഉള്ളൂ. ചോട്ടി പിടിച്ചിട്ട് ഇത് പണിയാനുണ്ടല്ലോ 1000 രൂപ കൂട്ടാം. പാല് തെറിക്കുന്നത് പാൻ്റെയിലൊക്കെയാണ്. ശബ്ദം കേൾക്കും. ഒന്നുകൂടെ പിടിച്ചാൽ മതി, ബാക്കി പിടിക്കുമ്പോൾ പോരും. ഈ വെള്ളം ഉണങ്ങണം. ഉണങ്ങുന്നയാളാണ് ഏറ്റവും എളുപ്പം ഒഴിക്കാൻ. അത് പിന്നെ കയറുമ്പം മുറിഞ്ഞ് പൊത്ത് കയറി അങ്ങ് പോകും. അത് വരാൻ പാടില്ല. ഇത് ഇങ്ങനെ ഒരു കയറണം. അത് തന്നെ കൊള്ളാം. മൊത്തത്തിൽ ഒരുമിച്ച് ഇളകി വരും. ഇത് എന്താ പറയുന്നത്, വെട്ടി നിർത്തിയിട്ട് നമ്മൾ ചിരട്ട പറക്കി ഇടത്തില്ലേ, അങ്ങനെ ഇവിടെ കിടന്ന് ഉണങ്ങുന്ന ആ സമയത്ത് പൊളിക്കാം. നടക്കത്തേ ഇല്ല. അത് ഈ ഒരു മനേനുണ്ട്, മനയും കൊണ്ട് 4 സൈഡും വയ്ക്കുമ്പോൾ പോരും. ഓരോ ചിരട്ടയ്ക്ക് ഓരോ അളവിനനുസരിച്ചാണോ? അല്ല, എല്ലാ ചിരട്ട ഒരേ അളവ്. എല്ലാം 900 ml ചിരട്ട. അതൊരു മനേനുണ്ട്, അതിട്ട് പിടിച്ചു കഴിഞ്ഞ് പോരും. അത് കന കുറച്ച് ശാലമല്ലേ ഉള്ളൂ. ഇത് ഉണങ്ങണം, അതാണ് ഉണങ്ങാതെ നിൽക്കുന്നതാണ്.